അഖിലേശ്വരും ബഹുവാത്സല്യം ഇന്ന് വരുവതിനെന്തൊരു കാരണം? നമ്മു നന്നെത്രയും ഓർത്താൽ വിചിത്രമാ ഓർത്താൽ അഖില ഗുണമന്ദിരൽ വിപ്രൻ ആർത്തി വിനാശനം തന്നുടെ കാരുണ്യം പേർത്തു ഇവകൾ വസിക്കുന്നു. അതുമൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ. ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമ വിപ്രന്റെ പാണി പിടിച്ചിട്ടു മല്ലാരിതാനും കുശലം വിചാരിച്ചു നല്ലൊരു കൂടു പിന്നെയും ചോദിച്ചു. എത്രയും ബുദ്ധിമാൻ ഉത്തമ ഭൂസുര സപ്തമനാം മേ സഖാവം ഭവാനിക ഇഷ്ടാനുരൂപയായിടുന്ന ഭക്തിയെ ഇഷ്ടികാരർത്ഥമായി കെട്ടിതോ ചൊല്ലടോ. നിഷ്കാമകർമ്മങ്ങൾ ചെയ്തു വാഴുന്നതോ നിഷ്കൽപഷനാം സഖേ തവ മനസേ ഭാര്യ സുത ധന സംസാരമെന്നതിൽ കാര്യമോഹം ഭവാനില്ലെന്നു മുന്നമേ ഞാൻ അറിഞ്ഞത്രേ ഇരിക്കുമെന്നു. എങ്കിലും ലൗകികമായുള്ള കർമ്മങ്ങൾ ഓരോന്നു ലോകോപകാരം ചെയ്യുകയും വേണമേ. ബ്രഹ്മചര്യം കൊണ്ടു നാം ഗുരുഭക്തനെ ബ്രഹ്മസൗഖ്യത്തോട് തുല്യം വസിച്ചത് തമ്മീ കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നീതോ സൽഗുരു ഭക്തിതൻ വാക്കിനാൽ നാം ചെന്ന് സപ്തരം കാടകം മുക്ക് വിറകിന്. അപ്പോൾ നിശീതികാലവും വർഷവും കൽപ്പോട് വന്നു വനാന്തരെ പെട്ടുത് വന്നു നിശീതി കാറ്റും മഴയുമായിരുന്നു കുളിരും പുറത്തു വലഞ്ഞേറ്റം. പിന്നെ കരങ്ങൾ തമ്മിൽ പിടിപെട്ടി അഭിന്നമായി ധൈര്യവും ഉറങ്ങിടാതെ. അപ്പോൾ വനജരജാതികളാൽ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നിട്ടോ. പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നുടെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തി പിടിച്ചു ഉണർന്നതോർത്തുകാണ്ട് അന്ന് ഗുരു അരുൾ ചെയ്തു, നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങളെന്നുള്ളതും നാനാ ഗുണകീർത്തി വിദ്യാസമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും ഇത്തരം മോദേന സൽഗുരു നമ്മോടും എത്രയും ഏറ്റവും ആശസ്സു നൽകിയില്ലയോ. ഇന്നും ഓരോന്നു നാം അന്നു കളിച്ചത് നന്നായി മറന്നിരോ തോന്നുന്നിതോ സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും. സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ
സൽഗുണവും ഒക്കെയും വന്നുകൂടി